വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നു, പവനരച്ചെഴുതുന്ന കോലങ്ങളെന്നും കിഴക്കിനി കോലായിൽ അരുണോദയം. ഏത് കിഴക്കിനി കോലായാണ് കോളനികളിലുള്ളത് നമുക്കറിയില്ല. എവിടെയാണ് നമ്മൾ അരുണോദയം നോക്കേണ്ടത് നമുക്കറിയില്ല. ആര്യൻ സിനിമയിലേക്ക് വരുന്ന സമയത്ത് നമ്പൂതിരി ആയിട്ടുള്ള യുവാവ്, പടച്ചോറ് വെച്ച് മാത്രം ജീവിക്കുന്ന യുവാവ്, അവസാനം ചെങ്ങമ്പുഴയുടെ വാഴക്കുലയെ റിവേഴ്സ് ചെയ്തുകൊണ്ട് വാഴക്കുലയുമായാണ് കട്ട് വരുന്നത്. ഈ മനുഷ്യൻ ആ പറമ്പിൽ ഒരു വാഴക്കുല നട്ട് തിന്നൂടെ എന്നുള്ളത് ഒരു മനുഷ്യനും ചോദിക്കുന്നില്ല. തൊഴിലുറപ്പ് പണിക്കെങ്കിലും പോയിട്ട് ഈ മനുഷ്യന് ജീവിച്ചൂടെ എന്നുള്ളത് നമ്മൾ ആരും ഇദ്ദേഹത്തിനോട് ചോദിക്കാനും പോകുന്നില്ല. മലയാള സിനിമ എപ്രകാരമാണ് ജാതി, ഭൂമി ഇവ സംബന്ധിച്ചുള്ള സ്റ്റീരിയോ ടൈപ്പുകളെ ഊട്ടിയുറപ്പിക്കുന്നത് എന്നാണ് അങ്ങയോടുള്ള ചോദ്യം. ഈ മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോഴും ഈ കാസ്റ്റിനെ പറ്റി പറയുമ്പോൾ, ജാതിയെ പറ്റി പറയുമ്പം, പ്രത്യേകിച്ച് സിനിമയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് രണ്ട് തരത്തിൽ ആലോചിക്കേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്. ഒന്ന് ഓൺ സ്ക്രീനും ഒന്ന് ഓഫ് സ്ക്രീനും എന്നുള്ള തരത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. അത് ഓൺ സ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന, നമ്മുടെ വെള്ളിത്തിരയിൽ കാണുന്ന സിനിമകളിൽ ജാതിയെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അതിൽ നമ്മൾ ഈ മലയാള സിനിമയെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ അതിൽ ഈ ദളിത് എന്ന് പറയുന്ന ഒരു കാസ്റ്റിനെ അടയാളപ്പെടുത്തുന്നത് പലപ്പോഴും ഒരു പ്രത്യേക സ്പേസിലാണ്. ആ സ്പേസിൻ്റെ ഒരു പ്രധാനം അത് ക്രൈം കൂടുതലുള്ളൊരു സ്പേസാണെന്നുള്ളതാണ്. ക്രിമിനലായ ആളുകൾ, അല്ലെങ്കിൽ അസംസ്കൃതരായ, അപരിഷ്കൃതരായ ആളുകൾ, ഈ കോളനി എന്നുള്ളതിനെ കൃത്യമായി തന്നെ അത്തരത്തിൽ സിനിമയിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. നമ്മളൊരു മലയാള സിനിമയിൽ എപ്പോഴാണ് വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ദളിത് ക്യാരക്ടർ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതൊന്ന് കണക്കെടുത്താൽ വളരെ കുറവായിരിക്കും. അതിലെ നായകൻ അല്ലെങ്കിൽ നായിക, അതല്ലെങ്കിൽ മറ്റ് താരങ്ങളൊക്കെ തന്നെയും അവരൊക്കെ ഒരു പ്രത്യേകതരം കാസ്റ്റുകളിൽ പെടുന്നവരായിരിക്കും. പക്ഷേ ദളിത് കാസ്റ്റുകളിൽ പെടുന്നവർ എപ്പോഴും ചിത്രീകരിക്കപ്പെടുക അവരൊന്നുകിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡോടുകൂടി അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ, അത്തരത്തിലുള്ള ഈ കോളനിവൽക്കരിക്കപ്പെട്ട സ്ഥലങ്ങൾ, അത്തരത്തിലാണ് മലയാള സിനിമ എപ്പോഴും ജാതിയെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ ഒരു ജാതിയിൽ താണ ഒരാൾ നായകനായി, ഞാൻ മീൻസ് ആർട്ടിസ്റ്റിൻ്റെ ജാതിയല്ല ഞാൻ പറയുന്നത്, സിനിമയിൽ കാണുന്ന നായകൻ ജാതിയിൽ വളരെ താണ ഒരു ജാതിയിലുള്ള ആൾ വളരെ ഉയർന്ന തരത്തിലുള്ള ഒരു നായകവേഷത്തോടു കൂടി നായകവേഷം ചെയ്ത സിനിമകൾ ഏതൊക്കെയാണെന്ന് നമ്മളിപ്പോൾ ഒന്ന് ചോദിച്ചാൽ വളരെ വിരലിലെണ്ണാവുന്നേ പറയുള്ളൂ. ഈ നായകന്മാരൊക്കെ എപ്പോഴും നായരും നമ്പൂതിരിയും മേനോനും ഒക്കെ തന്നെയായിരിക്കും. ബാക്കിയുള്ളവരെ ഈ കോളനിയിൽ നിന്ന് ആക്രമിക്കാൻ വരുന്ന വില്ലന്മാരും മദ്യവും മയക്കുമരുന്നും ഒക്കെ സപ്ലൈ ചെയ്യുന്ന ആളുകളുമൊക്കെയാണ്. അതാണ് നമ്മുടെ ഓൺ സ്ക്രീൻ സിനിമകളിലുള്ള ഇതിൽ നിന്ന് കുറച്ചെങ്കിലും മാറി നിന്നിട്ടുള്ളത് മലയാളത്തിലെ ഒരു പക്ഷേ നടപ്പ് രീതിയിൽ നിന്ന് മാറി എടുക്കുന്ന സിനിമകളാണ്. ഇപ്പോൾ ഒരു ആർട്ട് ഹൗസ് എന്നൊക്കെ പറയുന്ന സിനിമകളിലാണ് വളരെ ചുരുക്കമായെങ്കിലും അത്തരത്തിലുള്ള അടയാളപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുള്ളത്. അത് അവരുടെ വിഷയങ്ങൾ പറയുന്നതുകൊണ്ടാണ്. ഇപ്പോൾ അത്തരം സിനിമകൾ ഉണ്ടാകുമ്പോൾ ദളിത് വിഷയങ്ങൾ സംസാരിക്കുന്ന സിനിമകൾ മറ്റു ഭാഷകളുമായി വെച്ച് നോക്കിയാൽ, ഇപ്പോൾ മറാത്തിയോ മലയാളം തമിഴോ വെച്ച് നോക്കിയാൽ തുലവും കുറവാണ് നമ്മളും അത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ മലയാളത്തിലെ ഓൺ സ്ക്രീൻ എപ്പോഴും ആളുകളെ, കാസ്റ്റിനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് കോളനിവൽക്കരിക്കപ്പെട്ട് തന്നെയാണ്. അത് രണ്ടും കൃത്യമായിട്ടുള്ള ഒരു സ്ട്രീമിൽ കോളനിവൽക്കരിക്കപ്പെട്ട് തന്നെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിനകത്തെ പലതും നമ്മുടെ സിനിമകളെടുത്താൽ എനിക്കൊന്ന് ഇപ്പോഴൊക്കെ ആയിരിക്കും കുറച്ചെങ്കിലും മുഖ്യധാരയിൽ ചെറിയ വ്യത്യാസം വന്നത്. അല്ലെങ്കിൽ നമ്മളുടെ മലയാള സിനിമകളുടെ ഒരു ഫോർമുല എന്ന് പറയുന്നത് അത് തന്നെ ഒരു 60% ദളിത് വിരുദ്ധത, 30% സ്ത്രീ വിരുദ്ധത, 10% അശ്ലീല ദ്വയാർത്ഥ പ്രയോഗങ്ങൾ. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മലയാള സിനിമയുടെ ഒരു 100 കോടിയിൽ കയറുന്ന ഒരു ഫോർമുലയായി എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലാണ് ഓൺ സ്ക്രീനിൽ അടയാളപ്പെടുത്തുന്നത്. ഓഫ് സ്ക്രീനിൽ നമ്മൾ നോക്കിയാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ദളിത് വിഭാഗത്തിൽ നിന്നുള്ള എത്ര പ്രധാന സംവിധായകർ നമുക്കുണ്ടായിട്ടുണ്ട്. ഇത്ര കാലത്തെ കണക്കിലെടുത്താൽ എനിക്കൊന്നൊരു 10 വിരലിൽ എണ്ണാൻ പറ്റാവുന്ന 90 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള മലയാള സിനിമയിൽ കണ്ടിന്യൂസായി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര ദളിത് സംവിധായകരുണ്ട് എന്നുള്ളൊരു എണ്ണം എടുത്ത് നോക്കണം. എത്ര ദളിത് നായകന്മാർ നമുക്കുണ്ടായിട്ടുള്ളത്, നമുക്ക് വിരലിലെണ്ണാവുന്ന നായകന്മാരെ ഉണ്ടായിട്ടുള്ളൂ. എത്ര ദളിത് നായികമാർ നമുക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ടെക്നീഷ്യൻസിൻ്റെ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. കാര്യം ടെക്നീഷ്യൻസിൻ്റെ കാര്യത്തിൽ നമ്മളുടെ ഈ പറഞ്ഞ ദളിത് കമ്മ്യൂണിറ്റി കൂടുതലും ഇടപെടുന്ന ഈ ടെക്നിക്കൽ ആസ്പെക്റ്റുകളെന്ന് പറയുന്നത് അവിടുത്തെ മറ്റ് ഈ ഇപ്പോൾ ആർട്ടിനകത്തെ സഹായികൾ, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ആളുകൾ, നമ്മളുടെ ഡ്രൈവേഴ്സ്, ഇത്തരത്തിലുള്ള അടിസ്ഥാന വിഭാഗങ്ങൾ ജോലിയെടുക്കുന്ന ഇടങ്ങളിലാണ് കൂടുതലും ഈ ദളിത് ആളുകൾ ഉള്ളത്. ക്രിയേറ്റീവായിട്ടുള്ളൊരു ഹെഡ് എന്നുള്ള രീതിയിൽ, ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ക്രിയേറ്റീവ് ഹെഡ് എന്നുള്ള രീതിയിൽ ദളിത് വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം, നമ്മൾ ഈ ജാതി സെൻസസ് എടുക്കണമെന്നൊക്കെ പറയുന്നവരാണ്. ജാതി സെൻസസ് എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ ഒരു രീതിയിലും സമ്മതിക്കില്ലല്ലോ. കാരണം ജാതി സെൻസസ് എടുത്താൽ വെളിവാകും കൃത്യമായിട്ട് എത്ര ആളുകൾ ഇതിനകത്ത് അടയാളപ്പെടുത്തിയുള്ളത്. അതേപോലെ ഒരു സെൻസസ് സിനിമയിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഹയർ ആയിട്ടുള്ള ഈ ക്രിയേറ്റീവ് ഹെഡ് എന്നുള്ള രീതിയിൽ
ആ ഇടങ്ങളിൽ വ്യാപരിക്കുന്ന എത്ര പേരുണ്ടെന്നുള്ളൊരു കണക്ക് വെളിവാകും. പക്ഷേ ആ കണക്കിനെ നമ്മൾ ഈ സപ്രസ് ചെയ്തിട്ടാണ് നമ്മുടെ സിനിമകൾ ഉണ്ടാകുന്നത്. ഈ പിന്നണിയിൽ കായികമായി അധ്വാനിക്കുന്ന, ആർട്ടിസ്റ്റിക്കായിട്ട് അധ്വാനിക്കുന്ന ആളുകൾ ഒത്തിരിയുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ മുഖ്യധാരയിലേക്ക് അല്ലെങ്കിൽ ലൈം ലൈറ്റിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ദളിത് വിഷയങ്ങളും എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ ഇപ്പോൾ തമിഴിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഇത്ര വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ദളിത് വിഷയങ്ങൾ സംസാരിച്ച് കൃത്യമായ രാഷ്ട്രീയം പറയുന്ന സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകുന്നത്. രാഷ്ട്രീയം പറയുന്ന സിനിമകൾ തന്നെ ഉണ്ടാകുന്നില്ല, പിന്നെയാണ് ദളിത് രാഷ്ട്രീയം. അപ്പോൾ അതൊക്കെ നമുക്ക് പറയാൻ പേടിയാണ്. നമ്മളിപ്പോൾ പോലീസിനെ കുറ്റപ്പെടുത്തുന്ന സിനിമ ഉണ്ടെങ്കിൽ നമ്മൾ 1948 പോലീസിനെ അല്ലെങ്കിൽ 1970 മുമ്പുള്ള പോലീസിനെ കുറ്റപ്പെടുത്തുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ജാതി കൈകാര്യം ചെയ്യാൻ സിനിമയ്ക്ക് പേടിയാണ്. പൊതുവേ അത് വിഷയങ്ങളിലായാലും അതിലൂടെ കടന്നു വരുന്ന കലാകാരന്മാരിലായാലും ജാതി എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു ജാതിയേ ഉള്ളൂ. ആ ജാതി സവർണ്ണ ജാതിയാണ്. അതിനപ്പുറത്ത് വേറൊരു ജാതി അവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ്.